16-ാം നിയമസഭയിൽ ആദ്യമായി സംസാരിക്കുമ്പോൾ പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് അവരെന്നെ ഈ അസംബ്ലിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഹൃദയംഗമായ ഭാഷയിൽ അവരോട് നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ മുന്നണിയോടും എൻ്റെ നേതൃത്വത്തോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു അവസരം തന്നതിൽ. അതുപോലെ കേരളത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. UDF-ൽ വിശ്വാസമർപ്പിച്ചതിന്, അതുപോലെ തന്നെ UDF-ന് വലിയ വിജയം നൽകിയതിനും. പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച ശ്രീ VD സതീശൻ അവർ, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി, കേരളത്തിലെ ചെറുപ്പക്കാരുടെ, വയോജനങ്ങളുടെ, കുട്ടികളുടെ, യുവാക്കളുടെ എല്ലാം സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ബഡ്ജറ്റിനെ പൂർണ്ണ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അനുകൂലിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി സാർ ഒരു എക്കണോമിക് മോഡലില്ല, സമ്പത്തിന് സ്രോതസ്സില്ല സാർ. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷം ആശ്രയിച്ചത് മദ്യത്തെയും അതുപോലെ തന്നെ ലോട്ടറിയാണ്. അപ്പോൾ ഒരു ആൽക്കഹോൾ എക്കോണമിക് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. 900-ൽ പരം ബാറുകൾ തുറന്നും മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടിയും സാമ്പത്തിക നില ഭദ്രമാക്കാനാണ് കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു എക്കണോമിക് മോഡൽ സസ്റ്റൈനബിൾ അല്ല എന്നുള്ളത് 35,355 കോടിയുടെ റവന്യൂ കമ്മി കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിന്നൊരു മാറ്റമാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കും. അത് ബ്ലൂ എക്കോണമി. നമുക്കറിയാം, വിഴിഞ്ഞം വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുക. കേരളത്തെയും ഏറ്റവും മികച്ച രാജ്യങ്ങളോടൊപ്പം നിർത്തുവാൻ സാധിക്കുന്ന വിഴിഞ്ഞത്തിൻ്റെ ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. UDF സർക്കാർ 2015-ൽ കൊണ്ടുവന്ന പദ്ധതി, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു മാരിടൈം ഹബ്ബാക്കി മാറുവാൻ വേണ്ടി നമ്മൾ കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളുടെ വികസനം നടത്തുന്നു. ഒപ്പം വിഴിഞ്ഞത്തെ കപ്പൽ നിർമ്മാണശാല എന്നിവ കേരളത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ്. സാർ, 2 നോളജ് എക്കോണമിയാണ് സാർ. ചെറുപ്പക്കാർ മുഴുവൻ ഇന്ന് വിദേശത്തേക്കാണ് പഠിക്കുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും. നമ്മുടെ ചെറുപ്പക്കാർ കഴിവ് മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് അവരെ ഇവിടെ ഉപയോഗിക്കുവാൻ തക്ക രീതിയിൽ ഒരു നോളജ് എക്കോണമി വളർത്തുവാൻ നോളജ് വാലി പദ്ധതിയും, അതുപോലെ വയനാട്ടിലെ ട്രൈബൽ യൂണിവേഴ്സിറ്റിയും ജെൻസി സ്റ്റാർട്ടപ്പ് പദ്ധതിയും ഒക്കെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. മൂന്നാമതൊരു എക്കോണമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് എക്കോണമിയാണ് സാർ. ഈ സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികളാണ്. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ മോണോറെയിലായിട്ട് തുടങ്ങി, പിന്നെ ലൈറ്റ് മെട്രോ ആയിട്ട് രൂപാന്തരം പ്രാപിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്ത 2 പദ്ധതികളാണ് വീണ്ടും ജീവൻ നൽകിക്കൊണ്ട് 20 കോടി രൂപ ഇവിടെ അനുവദിച്ചിരിക്കുന്നത് ഈ സർക്കാർ. ഈ 2 നഗരങ്ങളുടെ വികസനത്തിന് ആക്കം കൂട്ടുന്ന പദ്ധതി കേരളത്തിൻ്റെ ഭാവിക്ക് ശക്തി പകരുന്നതാണ്. സാർ, എന്തിനാണ് കൂടുതൽ മെട്രോകൾ? എന്തിനാണ് നമ്മൾ പൊതു ഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്? 1, പൊല്യൂഷൻ നിയന്ത്രണം. 2, നമ്മുടെ ഫ്യൂവൽ കോസ്റ്റ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റാക്കി മാറ്റാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മെട്രോകൾക്കൊപ്പം കൊച്ചി മെട്രോയ്ക്ക് പുതിയ ലൈനിൻ്റെ സ്ഥലം എടുക്കുമ്പോൾ ഒരു സൈക്ലിംഗ് ട്രാക്കിന് കൂടി സ്ഥലം എടുക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം നമുക്കറിയാം, വിദേശത്തെ എല്ലാ രാജ്യങ്ങളിലും, അത് US ആണെങ്കിലും UK ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും, എല്ലാ രാജ്യത്തും ഒരു സൈക്ലിംഗ് ട്രാക്കുണ്ട്. അതിനോടൊപ്പം സൈക്ലിംഗ് റാക്കുണ്ട്. അതുപോലെ തന്നെ ഓഫീസുകൾ ചേഞ്ചിങ് ഫെസിലിറ്റി ഉണ്ട്. ഞാനിവിടെ ആദ്യത്തെ ദിവസം സൈക്കിളിലാണ് വന്നത് സാർ. അന്ന് വന്നപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യാനൊരു ഫെസിലിറ്റി ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ സ്പീക്കർ സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഇവിടെ ഒരു ചേഞ്ചിങ് ഫെസിലിറ്റി തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃക അങ്ങ് തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ വിദേശത്തെ എല്ലാ രാജ്യങ്ങളിലും കമ്പനീസ് ഇൻസെൻറ്റീവ്സ് കൊടുക്കും. എന്തിനാണ്? സൈക്കിൾ വരുന്ന ആളുകൾക്ക് പോലും, സ്റ്റാഫിന് പോലും. അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നത് പൊല്യൂഷനും ഫ്യൂവൽ കോസ്റ്റിനും മാത്രമല്ല, ആരോഗ്യത്തിനും നല്ലതാണ്. പലരും ഇന്ന് ജിമ്മിൽ പോകുന്നതിന് പകരം ഇങ്ങനെ സൈക്കിളിൽ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ആരോഗ്യകരമാണ്. 2 പേരെ കണ്ട് സംസാരിച്ച് വരികയും ചെയ്യാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അതുപോലെ ഈ സർക്കാർ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് എക്കോണമി. മലബാറിലെ പുതിയ സ്റ്റേഡിയം തീർച്ചയായിട്ടും നമ്മുടെ സ്പോർട്സ് എക്കോണമിക്ക് ആക്കം കൂട്ടുന്നതാണ്. നമ്മുടെ കേരളത്തിലെ സ്പോർട്സിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും സാർ. നമുക്കറിയാം, മെസ്സിയെ കാത്ത് നമ്മളിരുന്നു. മെസ്സി വന്നില്ല. പക്ഷേ മെസ്സി വന്നു, ഇന്ത്യയിൽ വന്നു, പക്ഷേ ഈ കേരളത്തിൽ വന്നില്ല. മെസ്സി വന്നത് ബാംഗ്ലൂരിൽ വന്നു, മെസ്സി വന്നത് ഹൈദരാബാദിൽ വന്നു, മെസ്സി ബോംബെയിൽ വന്നു, അതുപോലെ തന്നെ ഡൽഹിയിൽ വന്നു, കൽക്കട്ടയിൽ വന്നു, ബാംഗ്ലൂർ വന്നില്ല. ഈ നഗരങ്ങളിൽ വന്നു. അദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി. കേരളത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് കാലം കഴിയുമ്പോൾ തെളിയുമായിരിക്കും എന്തുകൊണ്ട് മെസ്സി വന്നില്ല എന്നുള്ളത്. മെസ്സിയെ കാത്താണ് ഞങ്ങൾ ഇരുന്നത്, പക്ഷേ മെസ്സി വന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ ഒരു മെസ്സി ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്കൂളുകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്കൂൾ സമയത്തിന് ശേഷം വിട്ടുകൊടുക്കുന്നതും ആലോചിക്കണം. ഒപ്പം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സ്പോർട്സ് അനിവാര്യമായി മാറേണ്ടതുണ്ട്. നമ്മുടെ സ്പോർട്സ് സ്കൂളുകളിൽ ഇന്ന് അധ്യാപകരില്ല. നമുക്കറിയാം, പല വിദേശ രാജ്യത്തും സ്പോർട്സ് അധ്യാപകരില്ലെങ്കിൽ അവിടെ സ്കൂളിന് അംഗീകാരം റദ്ദാക്കും.
ഫ്രാൻസ്, സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിശ്ചിത അവേഴ്സ് സ്പോർട്സ് സ്കൂൾ ട്രെയിനിങ് കൊടുത്തിരിക്കണം. നമുക്ക് ഫിസിക്സ് പഠിപ്പിക്കുന്ന പോലെ, കെമിസ്ട്രി പഠിപ്പിക്കുന്ന പോലെ അവിടെയും ഒരു അധ്യയനമാണ്, അല്ലെങ്കിൽ ഒരു വിഷയമായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ അത് പഠിപ്പിക്കേണ്ടത് അനിവാര്യതയാണ്. കാരണം ഡ്രഗ്സിനെതിരെയുള്ള ഫൈറ്റിൽ സ്പോർട്സും ആവശ്യമാണ്. അതുകൊണ്ട് ഫുട്ബോളും പഠിപ്പിക്കണം, ക്രിക്കറ്റും പഠിപ്പിക്കണം, മറ്റുള്ള ഗെയിംസും പഠിപ്പിക്കണം, ഈ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പോലെ. അതുപോലെ തന്നെ സ്പോർട്സ് ദിനങ്ങൾ ജപ്പാനിലുള്ളതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബുകളും സ്കൂൾ കുട്ടികൾക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് സ്പോർട്സിനെ അടിസ്ഥാനമാക്കിയ ഒരു എക്കോണമി മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയെ കെട്ടിപ്പടുത്തുവാൻ സാധിക്കും. ഏവിയേഷൻ എക്കോണമിയാണ് മറ്റൊരു പ്രത്യേകത ഈ ഗവൺമെൻറ്റിൻ്റെ. 200 കോടി ചെലവഴിച്ച ഒരു ലോജിസ്റ്റിക് ഹബ്ബ് വരികയാണ്. തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ എയർ ആംബുലൻസും സീ പ്ലെയിൻ പദ്ധതിയും കൂടി തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ കൗശിക് എന്നുള്ള വിദ്യാർത്ഥിയെ കൊണ്ടുവരുവാൻ നമ്മൾ ആളുകൾ ആഹ്വാനം കൊടുക്കുന്നുണ്ടായിരുന്നു, ആംബുലൻസിന് വഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് അതിനൊരു മാറ്റം വരണ്ടേ? നമ്മുടെ എയർ ആംബുലൻസ് ഉപയോഗിക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നവരെ സംരക്ഷിക്കുവാൻ. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും, എയർപോർട്ടില്ലാത്ത എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പ് തുടങ്ങുന്നതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതാണ് ടൂറിസം എക്കോണമി. സർ, വ്യവസായ പദവി നൽകിയതിലൂടെ ടൂറിസം എക്കോണമി ഒരു ബൂസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ. പ്രത്യേകമായി അഭിനന്ദനങ്ങൾ ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം മാരിടൈം സ്പോർട്സ്, അതും വാട്ടർ സ്പോർട്സും അനന്തമായ സാധ്യത തരുന്നുണ്ട് കേരളത്തിന്. ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം അതുപോലെ തന്നെ കരുത്തു പകരുകയാണ്. എനിക്ക് പ്രത്യേകമായ നന്ദി സർക്കാരിനോട് പറയാനുള്ളത് റബ്ബറിൻ്റെ താങ്ങുവില 250 ആക്കിയതിലുള്ള നന്ദി പറയാനുണ്ട്. ഒപ്പം പുതുപ്പള്ളിക്ക് 3 പ്രധാനപ്പെട്ട പദ്ധതികളാണ് സാർ കൊടുത്തിരിക്കുന്നത്. 1, പുതുപ്പള്ളി വെന്നിമല 1 കോടി രൂപ. 2, പുതുപ്പള്ളിയിലെ IT പാർക്ക് 5 കോടി രൂപ. തലപ്പാടിയിലെ ഹോസ്പിറ്റൽ 4 കോടി രൂപ. ഇത് ഞാൻ ഈ സഭയിൽ ആദ്യമായി സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, കോട്ടയത്ത് ഒരു IT പാർക്ക് വേണം. കോട്ടയത്ത് മാത്രമല്ല, മധ്യ തിരുവിതാംകൂർ ഭാഗത്ത് ഒരു IT പാർക്കില്ല. അപ്പോൾ ഇന്ന് പുതുപ്പള്ളിയിൽ തുടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന IT പാർക്കിന് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകണമെന്ന് ആഗ്രഹിക്കുക. പുതുപ്പള്ളിക്കാരനായ ഒരു വ്യക്തിയാണ്, കേരളത്തിലെ ഒരു വ്യക്തിയാണ്, മലയാളി ഒരു വ്യക്തിയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന തോമസ് കുര്യൻ. പക്ഷേ നമുക്ക് ഇതേപോലെ ചെറുപ്പക്കാരെ ഈ നാട്ടിൽ നിർത്തണ്ടേ? അവരെ ഈ IT രംഗത്ത് ഉൾപ്പെടെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും ആ പ്രോത്സാഹനം കൊടുക്കുവാൻ ഈ IT പാർക്ക് പദ്ധതി ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവണം. നമ്മളെല്ലാ കാര്യങ്ങളും വിദേശത്താണ് പഠിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉൾപ്പെടെ ഇത് വിദേശത്താണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിലത് പഠിക്കാൻ ആവശ്യമുണ്ട് സാർ. പ്രത്യേകിച്ച് സംസ്കാരം സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ചരിത്രം സംരക്ഷിക്കുന്ന കാര്യത്തിൽ. നമ്മൾ വിദേശത്തൊരു ദേവാലയത്തിൽ ചെന്നാൽ അവിടെ പൈസ കൊടുത്ത് വേണം അകത്ത് കയറാൻ, അവരുടെ ഹെറിറ്റേജ് കാണുവാൻ. ഇവിടെ നമുക്ക് നമ്മുടെ ഹെറിറ്റേജിനെ സംരക്ഷിക്കാൻ അനിവാര്യതയാണ് സാർ. ഓരോ മണ്ഡലത്തിലും അതേപോലത്തെ ഹെറിറ്റേജ് സ്ഥലങ്ങൾ കാണും. എൻ്റെ മണ്ഡലത്തിലുള്ള സ്ഥലമാണ് പുതുപ്പള്ളി വെന്നിമല രാമലക്ഷ്മണ ക്ഷേത്രം. അത് വളരെയധികം പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ്. അതിൻ്റെ പിന്തുണ, അതിനു വേണ്ടി പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ സർക്കാരിനോട് നന്ദി പറയുന്നു. അതുപോലെ തലപ്പാടി ഹോസ്പിറ്റൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ സർക്കാർ അവഗണിച്ച ഒരു പദ്ധതിയാണ്. അവിടെ സർക്കാർ നൽകിയ 4 കോടി ആ പദ്ധതിക്ക്, ഹോസ്പിറ്റലിന് വളരെയധികം ശക്തി നൽകും. എൻ്റെ പിതാവിൻ്റെ സ്വപ്നമായിരുന്നു ഈ 3 പദ്ധതികളും. അതിന് കൊടുത്ത പിന്തുണയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഒപ്പം ഇന്ദിരാ ഗ്യാരണ്ടി, ആ ഗ്യാരണ്ടി വെറും ജുംലയല്ല, നമുക്കറിയാം, വെറും വാക്കല്ല എന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. 600 കോടിയോളം രൂപയാണ് പ്രിയദർശിനി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് അല്ലെങ്കിൽ സംവിധാനത്തിന് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 10 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീമിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പദ്ധതികൾ വെറും വാക്കല്ല, അത് നടത്താൻ വേണ്ടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പറയുന്നു. അങ്ങനെ ജനങ്ങളെ പ്രതീക്ഷയ്ക്കത്തുയരുന്ന ഈ സർക്കാരിനെയും ഈ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിനെയും പ്രത്യേകമായി പിന്താങ്ങിക്കൊണ്ട് അതിനായി മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.